തൃത്താലയിൽ വി.ടി. ബൽറാമിന്റെ നേതൃത്വത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾ ഗൃഹസന്ദർശനം നടത്തി. കാൽനൂറ്റാണ്ട് കാലത്തെ ചരിത്രം തിരുത്തി തൃത്താല പഞ്ചായത്തിൽ യു.ഡി.എഫ് അധികാരത്തിലെത്തുമെന്ന് വി.ടി. ബൽറാം പറഞ്ഞു. ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ യു.ഡി.എഫിനൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൃത്താല ഗ്രാമപഞ്ചായത്ത് 8, 9 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് വി.ടി. ബൽറാം ഗൃഹസന്ദർശനം നടത്തിയത്. 8ാം വാർഡ് സ്ഥാനാർത്ഥി N.P. ഷിനോദ്, 9ാം വാർഡ് സ്ഥാനാർത്ഥി P.V. മുഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് തൃത്താല ഡിവിഷൻ സ്ഥാനാർത്ഥി U.T. താഹിർ എന്നീ സ്ഥാനാർത്ഥികൾ യു.ഡി.എഫ് പ്രവർത്തകരോടൊപ്പം ഗൃഹസന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു. നമ്മുടെ തൃത്താല പഞ്ചായത്തിലെ 8ാം വാർഡിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി N.P. ഷിനോദാണ് എന്നോടൊപ്പം ഉള്ളത്. അതോടൊപ്പം തൃത്താല പഞ്ചായത്തിലെ 9ാം വാർഡിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശ്രീ P.V. മുഹമ്മദ് അലിക്ക എന്നോടൊപ്പം ഉണ്ട്. ഈ പ്രദേശത്ത് നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന U.T. താഹിർ എന്നോടൊപ്പം ഉണ്ട്. ഈ 3 യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. കാരണം ഇത്തവണ തൃത്താല പഞ്ചായത്ത് നല്ല ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്തെ ഒരു ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് യു.ഡി.എഫിൻ്റെ ഒരു ഭരണസമിതി ഇവിടെ ഉണ്ടാവണം എന്ന് ഈ നാടിൻ്റെ ആഗ്രഹമാണ്. കാരണം അത്രത്തോളം നഷ്ടങ്ങളാണ് നമുക്ക് ഈ നാടിന് സംഭവിച്ചിട്ടുള്ളത് വികസന രംഗത്തും മറ്റും പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത മൂലം. അതുകൊണ്ടാണ് ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടി ഒരു മാറ്റത്തിന് വേണ്ടി ഇത്തവണ യു.ഡി.എഫിനൊപ്പം അണിനിരക്കുന്നത്. ഈ 8ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷിനോദ് നമുക്കറിയാം, ഒരു സാധാരണ തൊഴിലാളി എന്ന നിലയിൽ ഏറ്റവും സാധാരണ ഒരു ജീവിതം നയിക്കുമ്പോഴും പൊതുപ്രവർത്തനത്തിൽ വളരെ സജീവമായി നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന, നാട്ടിലെ ഏതൊരു നല്ല കാര്യത്തിനും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഷിനോദിനെ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് 8ാം വാർഡുകാരോട് മുഴുവൻ ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. 9ാം വാർഡിലെ സ്ഥാനാർത്ഥി മുഹമ്മദ് അലിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി തൃത്താലയിലെ പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, അതോടൊപ്പം നിലവിലെ തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ്. ഇത്തവണ അദ്ദേഹം 9ാം വാർഡിലാണ് ജനവിധി തേടുന്നത്. ഈ മാറ്റം തൃത്താലയിൽ യാഥാർത്ഥ്യമാകുമ്പോൾ, തൃത്താല പഞ്ചായത്തിൻ്റെ ഭരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ പാനലിനെ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് ശ്രീ മുഹമ്മദ് അലിക്ക എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയം അത് ഒരു വലിയ ജനകീയ അംഗീകാരമായി മാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. നിങ്ങളുടെ പിന്തുണയുണ്ടാവണം. കൈപ്പത്തി ചിഹ്നത്തിൽ മുഹമ്മദ് അലിക്കയെ വിജയിപ്പിക്കണമെന്ന് 9ാം വാർഡുകാരോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. U.T. താഹിർ ഇതുപോലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, CH സെൻ്ററിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നമ്മുടെ പ്രളയ സമയത്തും കോവിഡിൻ്റെ സമയത്തും ഒക്കെ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം അവകാശ പോരാട്ടങ്ങളിൽ നിരന്തരം സമരരംഗത്ത് യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് നമ്മെ നയിക്കുന്ന ഒരു യുവ പൊതുപ്രവർത്തകനാണ്. U.T. താഹിർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത്. കോണിയാണ് താഹിറിൻ്റെ ചിഹ്നം. ഈ 3 സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്നു. ഇത്തവണ നിങ്ങളെല്ലാം മനസ്സ് യു.ഡി.എഫിനൊപ്പം ഉണ്ടാവണം, നിങ്ങളുടെ പിന്തുണ യു.ഡി.എഫിന് ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്.